Now, construction of hybrid orbitals by linear combination of atomic orbitals of the central atom, coefficient of atomic orbitals. Okay, ഇതിൽ 1 2 3 4 5 പോയിൻറ്റ്സ് ആണ് പറയുന്നത്. ഇതിലെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ the charge density of s orbital will be equally distributed among the possible hybrid orbitals. എസ് ഓർബിറ്റലിലെ ചാർജ് ഡെൻസിറ്റി എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ മേലും, ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയി കഴിഞ്ഞാൽ എസും ബിയും ജോയിൻ ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടന്ന് ഹൈബ്രിഡ് ഓർബിറ്റൽ ആയി കഴിഞ്ഞു. ആ ഓർബിറ്റലിലൊക്കെ ദ ചാർജ് ഡെൻസിറ്റി ഓഫ് എസ് ഓർബിറ്റൽ വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്താലാണ് ഇത് കൂടുതലായിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടുക. നെക്സ്റ്റ് ഇതും കൂടെ വായിക്കാം. ഇഫ് ദർ ആർ n hybrid orbitals, then the square of the coefficient of s orbitals in all the n hybrid orbital wave functions will have the same value of 1 by n. സ്ക്വയർ വേണ്ട, 1 by n. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ, ഇതിങ്ങനെ പറഞ്ഞു നിൽക്കട്ടെ. Then the atomic orbitals involved in hybridization are orthogonal and normalized. If psi1 psi2 are the atomic orbitals involved, integral psi1 psi2 d tau is equal to 0. That is the condition for orthogonality. Psi1 psi2 d tau or psi1 square d tau is equal to 1. That is the condition for normalization. ഇത് രണ്ടും നമുക്ക് ഡെറിവേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ടത് കാരണം ഇത് ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. The hybrid orbitals formed by the linear combination of atomic orbitals of the same atom also constitute an orthonormal set, both orthogonal and normalized. For simplicity, in the case of sp2 hybridization, it is assumed that the first hybrid orbital to be derived has its maximum on x-axis. For sp3 hybridization, it is assumed that the second orbital lies in the xz plane so that it will not include any contribution from pz orbital. നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമുക്കൊരു ഹൈബ്രിഡൈസേഷൻ എടുത്തുകൊണ്ട് പറയാം, എന്നാലാണ് അത് ക്ലാരിറ്റി കിട്ടുള്ളൂ. അതിന് XP hybridization നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The SP hybridization involves the mixing of s orbital and 1p orbital of the valence shell of the central atom in a molecule to give two equivalent hybrid orbitals of the same energy called SP hybrid orbitals. ഇത്രയും നിങ്ങൾക്ക് അറിയുന്നതാണ്. s ഓർബിറ്റലും p ഓർബിറ്റലും ഹൈബ്രിഡൈസേഷൻ നടന്ന് ടു ഇക്വാലൻറ്റ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി നമുക്ക് കിട്ടും, SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. ഓക്കെ, p orbital taken is pz. The hybrid orbitals may then worked out by the following linear combinations. Psi sp1 is equal to a1 psi s plus b1 psi pz. Psi sp2 is equal to a2 psi s plus b2 psi pz. 1 minute. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ഇവരെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം SP ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ എനർജിയുള്ള SP ഹൈബ്രിഡ് ഓർബിറ്റൽ 2 എണ്ണം നമുക്ക് കിട്ടും. അതിൽ ഒന്നാമത്തെ ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi sp1 എന്ന് പറയുന്നത്. psi sp2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിനെ ഡിനോട്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എന്താണെന്ന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അതാണ് ഓരോ ഓർബിറ്റലിൻ്റെയും വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ psi sp1 ഈസ് ഈക്വൽ ടു a1 psi s. അപ്പം a1 എന്ന് പറയുന്നത് s ഓർബിറ്റലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, psi s. b1 എന്ന് പറയുന്നത് pz ഓർബിറ്റലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. psi sp2 രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിലുള്ള എസിൻ്റെ കോഎഫിഷ്യൻ്റ് a2, സെഡിൻ്റെ കോഎഫിഷ്യൻ്റ് b2. ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ എസിൻ്റെയും പിൻ്റെയും രണ്ടിൻ്റെയും വേവ് ഫംഗ്ഷൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലെന്താണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ റൂൾസൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ a1 a2 രണ്ടും എസ് ഓർബിറ്റലിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. ഈ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. അതെങ്ങനെയാണ് അറിയുന്നത്? ഈ ഫസ്റ്റ് റൂൾ അനുസരിച്ച്, അതായത് ഇഫ് ദർ ആർ n ഹൈബ്രിഡ് ഓർബിറ്റൽസ്,
എന്ന് പറഞ്ഞാൽ എസും ബിയും ചേർന്നിട്ട് 2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് നമുക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മളുടെ n2 ആണ്. ദെൻ ദ സ്ക്വയർ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എസ് ഓർബിറ്റൽസ്. എസ് ഓർബിറ്റൽസിൻ്റെ കോഎഫിഷ്യൻറ്റ് എൻ്റെ സ്ക്വയർ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് A1ൻ്റെ സ്ക്വയർ, A1 സ്ക്വയർ ഓഫ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എസ് ഓർബിറ്റൽസ് ഇൻ ഓൾ ദ n ഹൈബ്രിഡ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ. n ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ വേവ് ഫംഗ്ഷൻസ്, അതായത് ψ1 ഒരു വേവ് ഫംഗ്ഷൻ, ψ2 അടുത്ത വേവ് ഫംഗ്ഷൻ. അതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഒന്നാമത്തെ വേവ് ഫംഗ്ഷൻ ψ1, ഹൈബ്രിഡ് ഓർബിറ്റൽ രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ ψ2. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഇൻ ഓൾ ദ n ഹൈബ്രിഡ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ വിൽ ഹാവ് ദ സെയിം വാല്യൂ ഓഫ് 1/n. n സ്ക്വയർ വേണ്ട, 1/n. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n. അപ്പോൾ A1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/n. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് എസ് ഓർബിറ്റലിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ ഈ ഒന്നാമത്തെ റൂള് വെച്ച് നമുക്ക് കിട്ടുന്നു. ആ ഒന്നാമത്തെ റൂള് വെച്ച് നമുക്ക് കിട്ടിയതാണ് A1 ഈസ് ഈക്വൽ ടു, റൂൾ എന്തായിരുന്നു, A1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/n. അപ്പം n എന്താണ് ഇവിടെ, n ഈസ് ഈക്വൽ ടു 2. 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഉണ്ടായത്. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു 1/√2. ഓക്കെ. A2 നമുക്കതുപോലെ അറിയാം, 1/√2. B1 B2 നമുക്ക് അറിയില്ല, അത് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ആ ഡെറിവേഷനാണ് ഇതിൻ്റെ താഴത്തെ ഒരു ലെങ്തി 1 പേജ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കാനില്ല, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാം. B1 ഈസ് ഈക്വൽ ടു 1/√2, B2 ഈസ് ഈക്വൽ ടു -1/√2. അപ്പോൾ ഒന്നാമത്തെ 2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ A1ഉം B1ഉം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ ഹൈബ്രിഡ് ഓർബിറ്റലായ ψsp2വിൻ്റെ A2ഉം B2ഉം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് വഴി. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. A1 A2 എങ്ങനെയാണ് കിട്ടിയത്, നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ടാണ് കിട്ടിയത്. B1 B2 കണ്ടുപിടിക്കാൻ ഡെറിവേഷൻ വേണമെന്ന് പറഞ്ഞു. ആ ഡെറിവേഷനിലാണ് നമ്മൾ ഇതേ കണ്ടോ, A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് 0 ഈസ് ഈക്വൽ ടു 1. ഓർത്തോഗണൽ നമ്മളവിടെ പഠിച്ചു, ഓർത്തോഗണൽ ആയിരിക്കണം. ഈ ψ1 ψ2 ഒക്കെ ഓർത്തോഗണൽ ആയിരിക്കണം. അതുപോലെ ψ1 നോർമലൈസ്ഡ് ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഈസ് ഈക്വൽ ടു 1. ആ കണ്ടീഷൻസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ B1ൻ്റെ വാല്യൂവും ഈ B1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ B2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് രണ്ടും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, ഡെറിവേഷനിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ റൂളും തേർഡ് റൂളും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഡെറിവേഷൻ പഠിക്കേണ്ടത് കാരണം ആ റൂൾസ് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. ജസ്റ്റ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് നമ്മൾ ആൻസർ B1 ഈസ് ഈക്വൽ ടു 1/√2, B2 ഈസ് ഈക്വൽ ടു -1/√2 മാത്രം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് വാല്യൂസ് വി ഗെറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഫോർ ദ ഹൈബ്രിഡ് ഓർബിറ്റൽ. ψ1 ഈസ് ഈക്വൽ ടു 1/√2 ψs പ്ലസ് ψpz. ψ2 ഈസ് ഈക്വൽ ടു, ψ2 എന്ന് പറഞ്ഞാൽ ψsp2 എന്നുള്ളതിനെ ചുരുക്കി എഴുതിയതാണ് ψ2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ψs മൈനസ് ψpz. കാരണം B2ൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, -1/√2 ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നെഗറ്റീവ് വന്നു. ഇനി അതിനെ ഇതുപോലെ വരയ്ക്കാൻ സാധിക്കും. ψsp1 ഫസ്റ്റ് കാണുന്നത് പോലെ, ψsp2 താഴെ കാണുന്നത് പോലെ. ഇത് രണ്ടും കൂടെ ψsഉം ψpയും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടിയത്. ψsഉം ψpzഉം ജോയിൻ ചെയ്ത് നമുക്ക് 2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് കിട്ടി. ഇവിടെ വരെ നമ്മൾ SP ചോദിച്ചാൽ എഴുതേണ്ടതാണ്. ഇനി ഫോർ മോസ്റ്റ് എഫക്റ്റീവ് ഓവർലാപ്പിംഗ് ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഓറിയൻറ്റഡ് അലോങ് ആൻ ആക്സിസ് വിത്ത് ദെയർ ഇലക്ട്രോൺ ഡെൻസിറ്റി റീജിയൻസ് കോൺസെൻട്രേറ്റഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആസ് ഷോൺ. എഫക്റ്റീവ് ഓവർലാപ്പിന് വേണ്ടി ഇതുപോലെ ഇത്തരത്തിലാണ് അവർ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ദസ് assume a diagonal or linear arrangement with an angle 180 degree between them. ഇവരുടെ ഒരു ലീനിയർ അറേഞ്ച്മെൻറ്റ് ഇവരെടുക്കും. ആംഗിൾ 180 ഡിഗ്രി ആയിട്ട് ഉള്ള ഒരു ലീനിയർ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ആംഗിൾ 180 എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെ ഡെറിവേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്കിനി ഇവിടെ മുതലാണ് ആവശ്യമുള്ളത്. ഹൈബ്രിഡ് ഓർബിറ്റൽ ഇൻ ദിസ് കേസ് ഹാസ് 50% S ക്യാരക്ടർ ആൻഡ് 50% P ക്യാരക്ടർ. SP ഹൈബ്രിഡൈസേഷനിൽ നമുക്കറിയാതെ എക്സാമ്പിൾ BeH2 ആൻഡ് BeF2. അപ്പോൾ ബെർലിയം ആറ്റം ഈസ് ഇൻ SP ഹൈബ്രിഡൈസേഷൻ. ഇതിൽ നമുക്ക് BeH2ൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഹൈബ്രിഡൈസേഷൻ അപ്രോച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇത് എഴുതണം കേട്ടോ. ചിലപ്പം ഈ കോമ്പൗണ്ട് വന്നിട്ട് അതിൻ്റെ എഴുതാനാവും പറയുക. അപ്പോൾ അതിന് SP ആണെന്നും SPക്ക് ഇങ്ങനെ എത്തരത്തിൽ എഴുതണമെന്നും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് നന്നായി മനസ്സിലായവർ മാത്രം അടുത്തത് കേൾക്കുക. sp2 ഹൈബ്രിഡൈസേഷൻ
ഇതിനുപയോഗിക്കുന്ന ഓർബിറ്റൽസ് എന്ന് പറയുന്നത് എസ് ഓർബിറ്റൽ, പി സെഡ്, പി എക്സ്, പി വൈ. ഇതിൽ അത്ര ക്ലാരിറ്റി ഇല്ല. പി എക്സ്, പി വൈ. ഓക്കെ. അപ്പോൾ സൈ എസ് പി ടു 1, സൈ എസ് പി ടു 2, സൈ എസ് പി ടു 3. ഓക്കെ. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. A1 B1 C1 A2 B2 C2 A3 B3 C3. ഇനി നമുക്ക് ഇതിലെല്ലാത്തിലെയും സൈ എസിൻ്റെ കോവിഷ്യൻ്റ് ആയ A1 A2 A3യുടെ നമുക്ക് ഓൾറെഡി അറിയാം. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് റൂൾ എത്രയാണ് വരിക? A1 ഈസ് ഈക്വൽ ടു 1/√3. എവിടെ കണ്ടോ? A1 ഈസ് ഈക്വൽ ടു 1/√3, A3 A2 1/√3, A3 1/√3. B1 B2 B3 C1 C2 C3 ഒക്കെ നമ്മൾ ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ ഡെറിവേഷൻ ഉണ്ട്, അത് പഠിക്കേണ്ട. ഓക്കെ. അതിനുശേഷം വി ഗെറ്റ് ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അത് നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. C1 0 ആണ് കിട്ടിയത്. അതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ 2 ഇതേ ഉള്ളൂ. മൂന്നാമത്തത് പ്ലസ് തേർഡ് വൺ ഇല്ല, കാരണം അത് 0 ആണ് കിട്ടിയത്. ഓക്കെ. Knowing the psi s, psi p x, psi p y, the hybrid orbitals could be calculated, and it is found that they are equally directed toward the corner of an equilateral triangle. So trigonal planar arrangement. In such an arrangement, the angle will be 120 degree, 33.33% S character, 66.67% P character. ഇതുപോലെ വരയ്ക്കുക. ഏതൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്? എസ് ഓർബിറ്റൽ സ്പെരിക്കൽ, പിന്നെ പി എക്സ് ഡംബൽ, പി വൈ ഡംബൽ. ഇത് മൂന്നും കൂടെ ചേർന്ന് ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞപ്പോൾ ഈക്വൽ ഷേപ്പുള്ള ഒരു സംഭവം കിട്ടി. ഒന്നാമത്തെ ഓർബിറ്റൽ, രണ്ടാമത്തെ ഓർബിറ്റൽ, മൂന്നാമത്തെ ഓർബിറ്റൽ. ഓക്കെ. എക്സാമ്പിൾ BH3 ആൻഡ് BF3. ദ ബോറോൺ ആറ്റം ഈസ് ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ. അടുത്തത് sp3 ആണ്. അപ്പോൾ 1ഉം 2ഉം തറവായി പഠിച്ചു കഴിഞ്ഞവർക്ക് sp3 വളരെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് സാധിക്കും. എസ് പി എക്സ് പി വൈ പി സെഡ് ഇത്ര ആൾക്കാരാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സൈ 1 സൈ 2 സൈ 3 സൈ 4. അത്ര ക്ലിയർ അല്ലാതെ A1 എങ്ങനെയാണ് ഇതിൽ A1 1/2 കിട്ടിയത്? A1 ഈസ് ഈക്വൽ ടു 1/√4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഒന്നുകൂടെ പറയാം. A1 ഈസ് ഈക്വൽ ടു 1/√4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ. അത് ഫസ്റ്റ് റൂള് വെച്ചിട്ട് നമുക്കറിയാം. അതപ്പോൾ നമ്മൾ അങ്ങനെ ഇതുപോലെ എഴുതി. B1 B2 B3 C അതൊക്കെ നമ്മൾ ഡെറിവേഷൻ വഴി കണ്ടുപിടിച്ചു, ഡിറൈവ് ചെയ്തു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കിട്ടിയ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് നന്നായി പഠിച്ചു വെക്കണം. ഈ വാല്യൂസ് കറക്റ്റായിട്ട് പഠിച്ച് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡെറിവേഷൻ പഠിക്കേണ്ടെങ്കിലും ഈ വാല്യൂസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതെന്തെങ്കിലും നിങ്ങൾ ഓർത്ത് പഠിച്ചു വയ്ക്കുക. ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ്. അത് ടെട്രാഹിഡ്രൽ അറേഞ്ച്മെൻ്റ് ആണ് വരിക. പി എക്സ് പി വൈ പി സെഡ് മൂന്നും ഉണ്ട്. എസ് ഓർബിറ്റലുണ്ട്. ഹൈബ്രിഡൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഓർബിറ്റലാണ് ഈ ടെട്രാഹിഡ്രൽ പോലെ കാണിച്ചിരിക്കുന്നത്. 25% എസ് ക്യാരക്ടർ ആൻഡ് 75% പി ക്യാരക്ടർ. മീത്തൈൻ മോളിക്യൂളാണ് എക്സാമ്പിൾ. ഓക്കെ, താങ്ക് യു.